ഹേ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധിക്കുന്ന എല്ലാ തിയറി ടോപ്പിക്സും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിലെ തിയറി ടോപ്പിക്സ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചിട്ടും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ രണ്ട് കാര്യത്തെ കുറിച്ചിട്ട് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് തിങ്, എന്താണ് ഇലക്ട്രിക് ചാർജ്? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഫോം ചെയ്യുന്ന മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഫോം ചെയ്യുന്ന മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് ഗിവ്സ് റൈസ് ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഫോം ചെയ്യുന്ന മാറ്ററിന്റെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ്. സിംപ്ലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യാപിറ്റൽ ക്യൂ യൂസ് ചെയ്യുക, ഐദർ സ്മോൾ ക്യൂ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിലേത് യൂസ് ചെയ്താലും സെയിം തന്നെയാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്? വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് കൂളംബ്. COULOMB, കൂളംബ്. കൂളംബ് എന്നുള്ളതാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്. ആൻഡ് അതേപോലെ അതിനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ C വെച്ചുകൊണ്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങി ചേരേണ്ട ഒരു യൂണിറ്റ് അല്ല കൂളംബ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറേ ചാപ്റ്റേഴ്സിൽ നമുക്കിത് ആവശ്യമാണ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. ഒരു പാർട്ടിക്കിൾ ചാർജ് 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാർട്ടിക്കിൾ ന്യൂട്രൽ ആണെന്ന് പറയാം, അല്ലേ? ആ ഒരു പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ പ്രോട്ടോൺ എന്ന് വിളിക്കാം. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിലോ ഇലക്ട്രോൺ എന്ന് വിളിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, ഇലക്ട്രോൺസിനെ സാധാരണയായിട്ട് നമ്മൾ വെച്ചുകൊണ്ടാണ് സൂചിപ്പിക്കാറായിട്ടുള്ളത്. സ്മോൾ ലെറ്റർ ഇ. ഓക്കെ, എന്താണ് സ്മോൾ ലെറ്റർ ഇ? അഥവാ നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇലക്ട്രോൺസിനെ ക്യാപിറ്റൽ ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ അതിനെ നമ്മൾ വായിക്കുക ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ ഇ വെച്ചുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ഇലക്ട്രോൺ. ഓരോ ഇലക്ട്രോണിനും ഒരു ചാർജ് വരുന്നുണ്ട്. ആ ചാർജാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓരോ ഇലക്ട്രോണിൻ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1.6 × 10⁻⁻19 കൂളംബാണ്. -1.6 × 10⁻⁻19 കൂളംബ്. ഇത് കാണാതെ പഠിക്കണം. കാരണം ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ആവശ്യമാണ്. ആക്ച്വലി ഇവിടെ കൂളംബ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് ഒരു മിസ്റ്റേക്ക് ആണ്. അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ C ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. 3 പ്രോപ്പർട്ടിയാണ് ചാർജിനായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഈസ് അഡിറ്റീവ്. എന്താണ് അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻ എന്നല്ല അർത്ഥം. പകരം ഓരോ ചാർജിനെയും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ചാർജസിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. കാരണം എന്താണ്? ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ചാർജ് അഡിറ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ചാർജസിനെയും നമുക്ക് ഈസിലി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആഡ് ചെയ്യാനായിട്ടും സബ്ട്രാക്ട് ചെയ്യാനായിട്ടും പറ്റും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ചാർജ് ഈസ് അഡിറ്റീവ് ആൻഡ് ഡിഫൈൻ ചെയ്യാനും പഠിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടിയാണ്. ചോദ്യങ്ങൾ വരാറുണ്ട്. ന്യൂമറിക്കൽസ് അടക്കം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വരാറുണ്ട്. കാരണം ഇതിനൊരു ഇക്വേഷൻ വരുന്നുണ്ട്. എന്താണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്? ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ഈച്ച് ആൻഡ് എവരി ചാർജസിന്റെയും ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്ററി ചാർജസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ദ ചാർജ് ഓഫ് എനി ഒബ്ജക്ട് വിൽ ബി ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എലമെന്ററി ചാർജസ് ഓർ ഈച്ച് ആൻഡ് എവരി ചാർജസ്. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ചാർജസ്. ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഓരോ ചാർജസിന്റെയും ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ആ ഒരു ഒബ്ജക്റ്റിന്റെ തന്നെ ചാർജ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഓക്കെ, വേർ N എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സിട്ര അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ് ആണ്. ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. നേരത്തെ പഠിച്ചു. -1.6 × 10⁻⁻19 കൂളംബ്. ആദ്യമായിട്ട് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ചാർജ് ഒക്കെ പറയാൻ നോക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് സെറ്റ് ആവും. നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇത് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് കൺസേർവ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എപ്പോഴാണ് പറയാം? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആയിരിക്കും, ചേഞ്ച് വരില്ല, വാരിയിങ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു മാറ്റം വരുന്നില്ല. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ചാർജ് ഈസ് അഡിറ്റീവ്, സെക്കൻഡ് വൺ ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്, തേർഡ് വൺ ചാർജ് ഈസ് കൺസേർവ്ഡ്. ഈ 3 പ്രോപ്പർട്ടീസും അതേപോലെ പഠിച്ചു വെക്കണം. 3 മാർക്കിന് ചോദിക്കും. ആൻഡ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആ ഇക്വേഷൻ വെച്ചിട്ട് 2 മാർക്കിന്റെ സെഷനിലൊക്കെ ന്യൂമറിക്കൽസ് വരും. ജസ്റ്റ് ആ വാല്യൂ നമുക്ക് നേരിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും വരാൻ സാധ്യത. ഓക്കെ, അടുത്തതാണ് കൂളംസ് ലോ. ഈ ചാപ്റ്ററിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൂളംസ് ലോ. കൂളംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂളംസ് ലോ എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും. ഇക്വേഷൻ ആദ്യം പറയാം. F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്. Q1 Q2 പറഞ്ഞാൽ ഡിഫറെന്റ് 2 ചാർജസ് ആണ്. R സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു സെന്റൻസ് ആയിട്ട് എങ്ങനെ പറയാം? ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 ചാർജസ്. ഏതെങ്കിലും 2 ചാർജിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് S ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യെസ്, ചാർജസിന്റെ
പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൈന് നമ്മൾ നോക്കണ്ട. ഒരു നെഗറ്റീവും പോസിറ്റീവ് ചാർജും തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ നെഗറ്റീവിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ആ ഒരു ചാർജസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആരോടൊക്കെയാണ്? യെസ്, ചാർജസിന്റെ പ്രൊഡക്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ചാർജുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഒരു കോൺസ്റ്റന്റ് ഞാൻ ആഡ് ചെയ്തു. ആ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന അത് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ആൻഡ് ആ ഒരു കെനെ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെയുടെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇനി കെയുടെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെയുടെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁻⁹ ആണ്. എന്താണ് കെയുടെ ന്യൂമറിക്കൽ വാല്യൂ? 9 × 10⁻⁹ ആണ്. ആൻഡ് ആൾസോ കെക്ക് ഒരു ഇക്വേഷൻ കൂടി വരുന്നുണ്ട്, 1/4πε0. എന്താണ് 1/4πε0? ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ പിന്നീട് അങ്ങ് പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ 9 × 10⁻⁹ ആണ്. കെയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് എഫ് ഈക്വൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് പഠിക്കുന്നേക്കാൾ നല്ലത് കെ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഇക്വേഷണൽ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് പഠിക്കുക. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, ആൻഡ് ആപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വായിക്കുന്ന പേരാണ് ഈ E0 എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിനെ വായിക്കുന്ന പേരാണ് ആപ്സിലോൺ 0. അതിന്റെ വാല്യൂ പഠിച്ചേക്കണം. 8.85 × 10⁻⁻12. എന്താണ് 8.85 × 10⁻⁻12 ആണ് ആപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. ചാർജിങ് നമുക്ക് പല മെത്തേഡ് വഴി ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ 2 മെത്തേഡാണ് നോക്കുന്നത് മെയിനായിട്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ 2 ഒബ്ജക്റ്റ് കൂടിയിട്ട് ഉരയ്ക്കുന്ന സമയത്താണ് അവിടെ ഫ്രിക്ഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഇൻസുലേറ്റേഴ്സ് എടുത്തു. എന്താണ് 2 ഇൻസുലേറ്റേഴ്സ് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ തമ്മിൽ ഉരയ്ക്കുകയാണ്. എന്താണ് ഇൻസുലേറ്റേഴ്സിനെ എടുത്തിട്ട് ഞാൻ ഉരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻസുലേറ്ററിൽ നിന്ന് മറ്റൊരു ഇൻസുലേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പോൾ എന്താണ് 2 ഡിഫറെൻറ്റ് ഇൻസുലേറ്റേഴ്സ് എടുത്തിട്ട് ഞാൻ ഉരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇൻസുലേറ്ററിൽ നിന്ന് മറ്റൊരു ഇൻസുലേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. റബ്ബിംഗ് ഓഫ് ഇൻസുലേറ്റേഴ്സ് കോസസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ബോഡി ടു അനദർ. ഇത്രയാണ് ഫ്രിക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കണ്ടക്ഷൻ ആണ്. അതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരു സെപ്പറേറ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അൺചാർജ്ഡ് കണ്ടക്ടർ എടുത്തു. ഓക്കെ, ഞാനൊരു അൺചാർജ്ഡ് കണ്ടക്ടർ എടുത്തു, ഒരു ചാർജ്ഡ് കണ്ടക്ടർ എടുത്തു. ഒരു കണ്ടക്ടറിന് ചാർജ് ഇല്ല, മറ്റൊരു കണ്ടക്ടറിന് ചാർജ് ഉണ്ട്. അതാണ് അൺചാർജ്ഡും ചാർജ്ഡും. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും അടുത്തേക്ക് കൊണ്ടുവന്നു. അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അൺചാർജ്ഡ് കണ്ടക്ടർ ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്ന് എന്താണ് ചാർജ് ട്രാൻസ്ഫർ ആയിക്കൊണ്ട് ഒരു ചാർജ് ഉള്ള കണ്ടക്ടർ തന്നെയായിട്ട് മാറി. അപ്പോൾ 2 പേര് ഇപ്പോൾ ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അൺചാർജ്ഡ് കണ്ടക്ടറിലേക്ക്, ചാർജ് ഇല്ലാത്ത കണ്ടക്ടറിലേക്ക് ചാർജ് ഉള്ള കണ്ടക്ടർ എന്ത് ചെയ്തു? യെസ്, ചാർജ് ട്രാൻസ്ഫർ ചെയ്തു, ഷെയർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? അതൊരു മെത്തേഡ് ഓഫ് ചാർജിങ് ആണ് ത്രൂ കണ്ടക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് അൺചാർജ്ഡ് കണ്ടക്ടറും ചാർജ്ഡായി, ചാർജ്ഡ് ആയിട്ടുള്ള കണ്ടക്ടറും ചാർജ്ഡായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് when an uncharged conductor bowed to a charged conductor, then the charge will be shared between 2 conductors, hence the uncharged conductor will become charged. അതിന്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഫ്രിക്ഷൻ ഫിഗർ കൂടി നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യെസ്, ഒരു സിൽക്ക് ക്ലോത്ത് എടുത്തു ആൻഡ് മറ്റൊരു ഇൻസുലേറ്റർ എടുത്തു. ഓക്കെ, ഇവർ 2 പേരും കൂടി റബ്ബ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ട്രാൻസ്ഫർ ആയി. ഓക്കെ, അപ്പോൾ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു റിജിഡ് ബോഡി എടുത്തു. റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസും ഷേപ്പും സെയിം ആയിട്ടുള്ള ബോഡി, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അവരുടെ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. സെയിം അല്ല, എപ്പോഴും സെയിം ആയിട്ട് എല്ലാ സമയവും അതിനൊരു ചേഞ്ച് ഉണ്ടായില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബോഡി എടുത്തു. ആ ബോഡിയിൽ പല ഫോഴ്സസ് കൂടിച്ചേർന്ന് ഒപ്പം ആക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഫോഴ്സസും കൂടി ചേർന്നിട്ട് ഒപ്പം ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഓരോ ഫോഴ്സസിന്റെയും ഇഫക്റ്റ് തമ്മിലുള്ള വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ എഫ് നെറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 എക്സിട്ര. അപ്പോൾ എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും ഫോഴ്സിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ വർക്ക് ചെയ്യുന്ന കമ്പൈൻഡ് ഫോഴ്സിന്റെ ഇഫക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അത്ര മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഇക്വേഷൻ ഓർത്ത് വെക്കുക. അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ടോപ്പിക് തീർത്തു. ഇനി ഇലക്ട്രിക് ഫീൽഡിലേക്ക് കിടക്കണം. ബേസിക്കലി എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റീജിയൻ അറൌണ്ട് ആൻഡ് ഇലക്ട്രിക് ചാർജ് വേർ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ് ഓൺ അനദർ ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ. ഒരു ചാർജിന് ചുറ്റുമുള്ള സ്ഥലമാണ്, അവിടെ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണപ്പെടുന്ന ഒരു ചാർജിന് ചുറ്റുമുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോപ്പർട്ടി. അതിന് മുന്നേ നമുക്ക് ഇതും കൂടി പറയാനായിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പഠിക്കുന്നത്. ഇ ഇസ് ഈക്വൽ ടു, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ വെക്ടർ എന്ന് പറയുന്നു. വെക്ടർ ഇ ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ബൈ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആയി. ഓക്കെ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇ വെക്ടർ ഇസ് ഈക്വൽ ടു എഫ് വെക്ടർ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് കിട്ടും. ഓക്കെ, ഇത് കാണാതെ ഇക്വേഷൻ പഠിക്കണം, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ പോയിന്റ് ചാർജ്. ഇതിന്റെ ബേസിക്കലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ അല്ല ഡെറിവേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക കൂടി ആദ്യം നിങ്ങൾ ചെയ്യുക. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മറ്റ് ഡെറിവേഷനിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. നമുക്ക് ഞങ്ങളുടെ ആവശ്യമുണ്ട്. പിന്നെ പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഇലക്ട്രിക് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫീൽഡ് ലൈൻസ് അല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കാണിക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കല്പിക വരകളാണ് അവർ. നമുക്ക് കാണാനായിട്ട് പറ്റില്ല, നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു വരകളാണ്. പക്ഷെ അവർ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ആ ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ്? ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് ഇമാജിനറി ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 4 പോയിന്റ്സ് പഠിക്കണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ആൻഡ് എൻഡ് സെറ്റ് നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടങ്ങുന്നത് പോസിറ്റീവിൽ നിന്നാണ് ആൻഡ് എൻഡ് സെറ്റ് നെഗറ്റീവ് ചാർജിലായിരിക്കും അവർ അവസാനിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു കാര്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് പോലും നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ദാറ്റ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ആ പോയിന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ഫീൽഡ് ലൈൻസ് നെവർ മീറ്റ് ഈച്ച് അതർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, ഒരിക്കലും കൂട്ടിമുട്ടില്ല. കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ യൂണിഫോം ഫീൽഡ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇക്വ ഡിസ്റ്റന്റ് ആയിരിക്കും. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, ഈക്വലി ഡിസ്റ്റൻസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അവർ ഇന്റർസെക്ട് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഫിഫ്ത്ത് പോയിന്റ്, ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് അവർ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു 2 ഫീൽഡ് ലൈൻസ് ഡു നോട്ട് മീറ്റ് ഈച്ച് അതർ. എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. കാരണം എന്താണ്, 2 ഡിഫറെന്റ് ഫീൽഡ് ലൈൻസ് വിൽ ബി ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് 2 ഡയറക്ഷൻ ഫ്രം എ സിംഗിൾ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് 2 ഡയറക്ഷനിൽ പോകുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് മീൻസ് എപ്പോഴാണ് പോയിന്റ് ഫോം ചെയ്യുക അവിടെ? യെസ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് ഫോം ചെയ്യും, ഇന്റർസെക്ടിങ് പോയിന്റ് ഫോം ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കേണ്ടി വരും. 2 ടാൻജൻസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രിക് ഫീൽഡ് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്തല്ല പോസിബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈക്വൽ അല്ലെങ്കിൽ എന്നല്ല 2 ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എന്താണ്, 2 ഈക്വൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ചാർജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചെറിയൊരു ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് 2a ആണ്. എന്താണ്, 2a ആണ്. ആൻഡ് ഇവിടെയുള്ള ചാർജസിനെ നമ്മൾ സ്മോൾ q വെച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റം എന്നുള്ള പേരിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റം എന്താണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് one of the charge and the distance between them. വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് ഡയറക്ഷൻ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ അവരുടെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് തുടങ്ങി പോസിറ്റീവിൽ അവസാനിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്നു. ഇവിടെ എന്താണ്, നെഗറ്റീവിൽ നിന്ന് തുടങ്ങി പോസിറ്റീവിൽ അവസാനിക്കുന്നു. SI യൂണിറ്റ് പഠിക്കണം, കൂളംബ് മീറ്റർ എങ്ങനെയാ വന്നു ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ P എന്ന് പറയുന്ന ഇലക്ട്രോണാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റം കാണിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ P is equal to Q into 2a. കാരണം Q എന്ന് പറയുന്നത് ചാർജ് ആണ്, 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൂളം മീറ്റർ ഫോം ചെയ്തത്? യെസ്, കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ആയിട്ടുള്ള ചാർജിന്റെ യൂണിറ്റ് ആണ്. ആൻഡ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ആണ്, അഥവാ അത് മീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കൂളം മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. എന്താണ്, Q എന്ന് പറയുന്ന യൂണിറ്റ് ആണ് കൂളംബ് ആൻഡ് 2a യൂണിറ്റ് ആണ് മീറ്റർ. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അടുത്താണ് കപ്പിൾ. കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ. 2 ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് നോർമലി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലൂടെ നോർമലി പാസ് ചെയ്യുന്ന, നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് നോർമലി ഈസ് കോൾഡ് ആസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. അതിന്റെ ഇക്വേഷൻ, അതിന് മുന്നേ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു ലെറ്റർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ എന്താ നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ് എന്ന് കൊടുക്കാറുണ്ട്, ഇ ഡോട്ട് എ കൊടുക്കാറുണ്ട്, ഇ ഡോട്ട് ഡി എ കൊടുക്കാറുണ്ട്. ബേസിക്കലി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ വെക്ടറുമാണ്. എന്തുകൊണ്ട് എ എന്ന് കൊടുക്കുന്നു? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടറാണ്. അപ്പോൾ ഈ രണ്ട് ലെറ്റേഴ്സും കൊടുക്കാറുണ്ട്. ഇനി ഡി എ ഡി എസ് ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഡി എസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇ ഡോട്ട് ഡി എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അവർ രണ്ടുപേരും എന്താണ്, വെക്ടേഴ്സ് ആണ്, അവർക്ക് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഡോട്ട് ബി എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇക്വേഷൻ വരിക. എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി കോസിറ്റ്, അതേപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും ഇ ഡി എസ് കോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ഡി എസ് എസിന് പകരം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എസ് മാത്രമാണ് കൊടുത്തെങ്കിൽ ഇ എസ് കോസിറ്റ, ഇനിയിപ്പോൾ ഏരിയ വെക്ടർ ആയിട്ടാണ് കൊടുത്തുള്ളത് എ ആണ് എന്നുണ്ടെങ്കിൽ ഇ എ കോസിറ്റ. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇന്റഗ്രൽ ഓഫ് ഇ ഡി എസ് എന്ന് കിട്ടും. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ പ്രത്യേകം നമ്മളെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫ്ലക്സ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിന് ഡയറക്ഷൻ ഇല്ല. ഓക്കെ, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പാണ്. എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പാണ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഗോസസ് ലോ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഗോസസ് ലോ. ഗോസസ് ലോ എന്താണ് ചോദിക്കാറുണ്ട്? ഇത്രയേ ഉള്ളൂ, ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഒരു സർഫസിന്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ total flux will be equal to the 1/ε0 times of the charge enclosed by the closed surface. Closed surface ഉള്ളിൽ കാണപ്പെടുന്ന ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസിന് എന്ത് ഈക്വൽ ആയിരിക്കും? ആ സർഫസിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈ ഇ ഡി എ അഥവാ ഫൈ ഇ ഡി എസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Q/ε0ക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്തതാണ് ചിലപ്പോൾ എക്സാം ഒക്കെ ടഫ് ആവുമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗോഷ്യൻ സർഫസ്. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. നമുക്കറിയാം ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് തിങ്, ചാർജ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ സർഫസ്. സർഫസിന് മുഴുവനായിട്ടും ചാർജ് എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. തേർഡ് പോയിന്റ്, ടോട്ടൽ ചാർജ് വിൽ ബി ദ സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിൽ ഉള്ളിലുണ്ടായിരിക്കുന്ന എല്ലാ ചാർജസിന്റെയും സമ്മാണ്, അഥവാ എല്ലാ ചാർജും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടുന്നു. ആൻഡ് ഫോർത്ത് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൺസ്റ്റന്റ് ഓൾ ഓവർ ദ സർഫസ്. ആ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ എവിടെ നോക്കിയാലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസിയേഷൻ എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് കൂട്ടിമുട്ടുന്നില്ല. എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ നോൺ പോളാർ മോളിക്യൂളിൽ വരുന്ന സമയത്ത് അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ സെന്റേഴ്സ് കൂട്ടിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പോളാർ മോളിക്യൂളിന്റെ അടുത്ത പോയിന്റ്, ദേ ഹാവ് ഡൈപോൾ മൊമെന്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് പോലും പോളാർ മോളിക്യൂൾസിന് എന്ത് ഫോം ചെയ്യാനായിട്ട് പറ്റും? യെസ്, ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യാനായിട്ട്, ഡൈപോൾ മൊമെന്റ് ഫോം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡൈപോൾ മൊമെന്റ് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. പോളാർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ H2O ആണ്. നോൺ പോളാർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ CO2 ആൻഡ് CH4 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. വിത്ത് എക്സാമ്പിൾ ആണ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിലെ പല തിയറി ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 95% അല്ലെങ്കിൽ 98% തിയറി ടോപ്പിക്സ് ബോർഡ് എക്സാം ബേസ്ഡ് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അണ്ടിൽ ദെൻ ബൈ.